നമസ്തേ. വർണ്ണവൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായ രത്നലോകത്തെ വിശേഷങ്ങളുമായി രത്നശാസ്ത്രയുടെ പുതിയൊരധ്യായം ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. എനിക്ക് തോന്നുന്നു നമ്മൾ ചിങ്ങമാസം ഒക്കെ തുടങ്ങി ചിങ്ങമാസത്തിൻ്റെ ആ ഒരു പ്രത്യേകതയിലേക്ക് നമ്മൾ വരിക. ശിവാസ് ജ്വല്ലറിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ രത്നശാസ്ത്രയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ചിങ്ങമാസം ഒരു പ്രാധാന്യമുള്ളൊരു മാസം തന്നെ. അതെ അതെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 26ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടന്നു. ശിവാസ് ജുവല്ലേഴ്സ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രസ്ഥാനം ആണ് 1998 ആണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ചിങ്ങമാസം 1-ാം തീയതി ആയിരുന്നു, ചിങ്ങ 1-നായിരുന്നു. അതിന് ശേഷം നമ്മൾ 2017 UAE ഷോപ്പ് തുടങ്ങുവാനായിട്ട് ഈശ്വരൻ അനുഗ്രഹിച്ചു. അത് ഇപ്പം നമുക്ക് റീസെൻ്റ്ലി 2024 ജനുവരിയിൽ കോട്ടയത്ത് തന്നെ നമുക്ക് മറ്റൊരു ഷോപ്പുകൂടെ തുടങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈശ്വരാനുഗ്രഹം. അത് മാത്രമല്ല, നമ്മളിലുള്ള വിശ്വസ്തത. നമ്മൾ 26 വർഷവും നമ്മൾ ഈ ജംസിൻ്റെ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഒരു കോംപ്രമൈസും ഞാൻ കാണിച്ചിട്ടില്ല. ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും കാണിച്ചിട്ടില്ല. രത്നനിർണയത്തിൽ കാണിച്ചിട്ടില്ല. ടൈമൊന്നും ഇല്ലാതെ വരുന്നവർക്ക് രത്നം കൊടുക്കാറില്ല. അല്ലെങ്കിൽ അതിന് വളരെ ആസ്പെക്റ്റുകൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ, സജസ്റ്റ് ചെയ്യാറുള്ളൂ. ടൈം ഓഫ് ബർത്ത് ഇല്ലാത്ത പലരും എൻ്റെ അടുക്ക വന്ന് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ പെർഫെക്ഷനായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ഊന്നൽ കൂടുതൽ കൊടുത്തിട്ടുള്ള ആളാണ്. വെറും ഒരു ബിസിനസ് മാത്രമല്ല, അഫ്കോഴ്സ് എൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ ആണെങ്കിൽ പോലും ഒരു എത്തിക്സ് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. പിന്നെ ക്വാളിറ്റിയുള്ള ജംസ്, അത് ഇപ്പോഴത്തെ ഒരുപാട് ഓരോ വർഷം ദിവസങ്ങൾ പോകുമ്പോഴും ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരുപാട് സ്റ്റോൺസിന് ഉള്ള ട്രീറ്റ്മെൻറ്റുകൾ, ഹീറ്റിങ്, ഫില്ലിങ്, ഗ്ലാസ് ഫില്ലിങ്, ഫ്ലെക്സ് ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിലും നല്ല കല്ല് കണ്ടാൽ നമുക്ക് അപ്പം അറിയാം. പിന്നെ നമ്മൾ സർട്ടിഫിക്കേഷനൊക്കെ എടുക്കുന്നത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ഞാനൊരു സപ്ലയർ വന്നാൽ അയാളുടെ നിന്ന് പർച്ചേസ് വാങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റോടും കൂടിയല്ല. ഞാൻ ജസ്റ്റ് ഗ്ലാസ്സിൽ ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. നമുക്ക് കാണുമ്പോൾ അറിയാം എന്ത് ഫില്ലിംഗ് ആണ്, എന്ത് സ്റ്റോണാണ്, എന്ത് ട്രീറ്റ്മെൻറ്റ് അതിലുണ്ടോ, എല്ലാം നമുക്ക് മനസ്സിലാകും. പിന്നെ കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം, വിത്ത് സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. എല്ലാ രത്നങ്ങളും വിത്ത് സർട്ടിഫിക്കറ്റ്, നാട്ടിലാണെങ്കിൽ GST ബില്ല്, അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ വാറ്റ്, എല്ലാ ഗവൺമെൻറ് ഫോർമാലിറ്റീസും നമ്മൾ കവറപ്പ് ചെയ്ത് പാലിച്ചുകൊണ്ട് മാത്രമാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ശിവാസ് എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിനെ ജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം പ്രിയപ്പെട്ടതാക്കിയത്. 26 വർഷം എന്ന് പറയുന്നത് അതൊരു വലിയ പീരീഡ് തന്നെയാണ്. നമ്മൾ 26 വർഷം ഈ ഒരു ഫീൽഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു നമ്മുടെ രത്നശാസ്ത്രയുടെ 200ഓളം എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടുണ്ട്. 200ഓളം എപ്പിസോഡ്. നമ്മൾ ഓരോ എപ്പിസോഡുകളിലും രത്നനിർണയത്തെക്കുറിച്ചും രത്നത്തിൻ്റെ ഒരുപാട് വിവരങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. ഒന്നും നമ്മൾ മറച്ചു വെച്ചിട്ടില്ല. ഇപ്പം എനിക്ക് കിട്ടണ്ടല്ലോ, ചിലരൊക്കെ ചില ടിപ്സുകൾ പല സബ്ജക്റ്റിനും അവരുടെ ടിപ്സ് അതും പബ്ലിക് ആക്കത്തില്ല. പക്ഷെ ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഒരു രത്നം എങ്ങനെ നിർണ്ണയിക്കാമെന്നുള്ളത് 26 വർഷം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യം അത് സക്സസ്ഫുൾ ആയതുകൊണ്ട് ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും എന്നല്ല, പ്രത്യേക ചാർട്ടുകൾ എടുത്തിട്ട് അതിൻ്റെ ലഗ്നവും അതിൻ്റെ ഇന്ന സ്ഥിതികളെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽഡായിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ പരിപാലിച്ച് പോരുന്നതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഇത്രത്തോളം ഒരു ഇഷ്ടമുള്ള പ്രിയപ്പെട്ട ഒരു ബ്രാൻഡാക്കി നമ്മളെ. എൻ്റെ അച്ഛനോടും അമ്മയോടും ഗുരുക്കന്മാരോടുമാണ് എനിക്ക് അങ്ങേയറ്റം നന്ദിയും സ്നേഹവും കടപ്പാടും ഉള്ളത്. എൻ്റെ അച്ഛനാണ് ഈ അച്ഛൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ശിവശങ്കരൻ നായർ എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അയ്യപ്പ സേവാ സംഘം ജനറൽ സെക്രട്ടറി ആയിരുന്നു. കാലാകാലങ്ങളോട് ഫൗണ്ടർ മെമ്പറാണ്. സാഹിത്യ പ്രവർത്തക സംഘത്തിൻ്റെ ഫൗണ്ടർ മെമ്പറാണ്. അച്ഛൻ അങ്ങനെ പബ്ലിക്കിൽ നന്നായിട്ട് നിന്ന ആളും എന്നാൽ ബിസിനസ് നന്നായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുമാണ്.
അയ്യപ്പ ഭക്തനായിരുന്നു. അതേ ഒരു അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ. അപ്പോൾ ആ ഒരു അനുഗ്രഹം എപ്പോഴും പിന്നെ തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു 26 വർഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 10,000 സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. അവർ ഓരോ പ്രാവശ്യവും വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് അതിനെക്കുറിച്ച് അവർ കൃത്യമായിട്ട് അവർക്ക് ധാരണകളുണ്ട്. ഇതിനെ ഓരോ രത്നത്തെക്കുറിച്ചും സാറ് നന്നായിട്ട് പറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പങ്കുവെച്ച് തരുന്നു എന്ന് അവർ പറയാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോ എപ്പിസോഡുകളിലും ഇത് ഉൾപ്പെടുത്തുന്നു, രത്നത്തിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നു, അത് നിർണ്ണയിക്കുന്ന രീതികൾ ഉൾപ്പെടുത്തുന്നു. അതൊക്കെ കൊണ്ടായിരിക്കാം നമ്മളെ ഇത്രത്തോളം ഈ ഒരു ജനഹൃദയത്തോട് നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു വിട്ടുപോകുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ മനുഷ്യനല്ല, നമ്മളെല്ലാം മെമ്മറിയിൽ നിന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. വിട്ടുപോകുന്ന ആ ഒരു സബ്ജക്റ്റിൻ്റെ റിലേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വാട്സാപ്പിൽ കൂടെ അല്ലെങ്കിൽ ഫോണിൽ കൂടെ പറയാം, സാറേ ഇത് വിട്ടുപോയി, അടുത്ത ഇതിനകത്ത് പറയണം, അല്ലെങ്കിൽ ഈ സ്റ്റോറിനെ കുറിച്ച് പറഞ്ഞിട്ട് കുറച്ചായി, ഇതിൻ്റെ ഡീറ്റെയിൽ എന്താണ്. ഒരു രത്നത്തെക്കുറിച്ചും നമ്മളൊരു ചാർട്ടിനെ കുറിച്ചും വിവരിക്കുമ്പോഴും പിന്നെ ഒരാഴ്ച അതിനെക്കുറിച്ചിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളുമാണ് കഴിയുന്നത്ര നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളൊരു എൻക്വയറീസിലേക്കാണ് നമുക്കിനി അടുത്തത് പോകേണ്ടത്. നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന സംശയങ്ങളാണ്. നമ്മൾ മുമ്പുള്ള എപ്പിസോഡിൽ ചർച്ച ചെയ്ത് വന്ന കാര്യമായിരുന്നു കന്നി ലഗ്നത്തെക്കുറിച്ച്. അതിൽ ഉണ്ടാവുന്ന ഒരു ബുധൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു കാര്യമാണ്, ആള് കന്നി ലഗ്നക്കാരനാണ്, ആളുടെ ബുധനും അതുപോലെ വ്യാഴവും ഒരു ഹൗസിൽ തന്നെ നിൽക്കുന്നു, വ്യാഴത്തിൻ്റെ ആ ഒരു ദശാകാലത്തിൽ കൂടെ ആൾ കടന്നു പോകുന്നു, ആ സമയത്ത് ആള് വ്യാഴത്തിൻ്റെ കല്ല് ധരിച്ചാൽ പോരെ എന്നൊരു ചോദ്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ചാർട്ട്. അതെ, കന്നി ലഗ്നത്തിൽ ബുധനും വ്യാഴവും. കന്നി ലഗ്നം എന്ന് പറയുന്നത് തന്നെ ബുധൻ്റെ എക്സോൾട്ടഡ് ഹൗസാണ്. ബുധൻ്റെ എക്സോൾട്ടഡ് ആയിട്ടുള്ള ഹൗസാണ്, സ്മാർട്ടായിട്ടുള്ള ഒരു ഹൗസാണ്. അപ്പോൾ ബുധൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ബുധന് നോളജ്, ബിസിനസ്. ഈ എക്സോൾഷൻ ഉള്ളതുകൊണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും അത് കൃത്യം അത് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു പെർഫെക്ഷനിസ്റ്റ് എന്ന് വേണമെങ്കിൽ ബുധനെ പറയാം. അങ്ങനെയുള്ള ബുധൻ ഈ വ്യക്തിയുടെ കർമ്മകാരകനും കൂടെയാണ്. അതായത് 10th ഹൗസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കർമ്മം എന്ന് പറയുന്നത് ഇടവമാണ്, മിഥുനമാണ്. ആ മിഥുനവും കന്നിയും മിഥുനവും ബുധൻ്റെ ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ലഗ്നാധിപനായിരിക്കുന്ന ബുധനുമാണ്. അതുപോലെ കർമാധിപനാരെന്ന് വെച്ചാൽ അതും ബുധനാണ്. അപ്പം ഏറ്റവും ഒരു പെർഫെക്റ്റാണ് ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുന്നത് തന്നെ വളരെ ഒരു വിശേഷമാണ്, സവിശേഷതയാണ്. അത് ഹെൽത്ത് വൈസിൽ നല്ലതാണ്. അതുപോലെ തന്നെ കർമാധിപൻ ലഗ്നത്തിൽ നിൽക്കുമ്പം സ്വന്തമായിട്ട് ജോലി ചെയ്ത് അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ബുധനെ കുറിച്ച് പറയുന്നതിന് ടീച്ചർ ഓഫ് ദി റിയൽ വേൾഡ് എന്നാണ് പറയുന്നത് ബുധൻ. അതേസമയം അത് പണവും ഫോക്കസ് ചെയ്യും, ബുദ്ധിയും ഫോക്കസ് ചെയ്യും, ഇൻ്റലക്ച്വൽ ലെവല് ഉണ്ടാകും, മെമ്മറി ഉണ്ടാകും, ഷാർപ്പ്നെസ് ഉണ്ടാകും. എല്ലാം ബുധൻ്റെ ഈ ഹൗസിലെ പ്രത്യേകതകളാണ്. അതായത് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ആള് കൈകാര്യം ചെയ്യും. അപ്പോൾ ഈ ബുധൻ്റെ കൂടെയാണ് ഈ വ്യാഴം വന്നിരിക്കുന്നത്. കന്നിയിൽ തന്നെ ബുധൻ്റെ കൂടെ വ്യാഴം വന്നു. വ്യാഴത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും, വ്യാഴം ഒരു ഗുരുസ്ഥാനമാണ്. വ്യാഴത്തിൻ്റെ ഡിവിനിറ്റി, സ്പിരിച്വാലിറ്റി എല്ലാം, നോളജ്, സീക്കിംഗ് നോളജ്, അറിവ് നേടാനുള്ള ത്വര, അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു കഴിവ്, അതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഈ വ്യാഴം. അപ്പോൾ ബെസ്റ്റ് കൺജക്ഷനാണ് വേണേൽ പറയാം. കാരണം ബുധനും വ്യാഴം ഒരു ഓപ്പോസിറ്റ് പ്ലാനറ്റായിട്ടാണ് പൊതുവെ പറയുന്നത്, മഞ്ഞയും പച്ചയും. അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റോൺസൊക്കെ വളരെ റെയറായിട്ടാണ് കൊടുക്കുന്നത്. റെയർ കോമ്പിനേഷനിലുള്ള വ്യക്തികൾക്ക് ബുധൻ്റെ കല്ലും വ്യാഴത്തിൻ്റെ കല്ലും കൊടുക്കാറുള്ളൂ. കൊടുത്താൽ തന്നെ അത് രണ്ട് സെപ്പറേറ്റ് വിരലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ജൂപ്പിറ്റർ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ കൺസേൺ വിദ്യയെക്കുറിച്ച് അറിയുക, പറയുക, പറഞ്ഞ് പഠിപ്പിക്കുക, ഇതാണ്
അതേസമയം ബുധൻ അങ്ങനെയല്ല. ബുധൻ ഈ നോളജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനകത്തൊരു ബിസിനസ്സും ഉണ്ട്, അത് വിറ്റ് പണമാക്കുന്ന ആൾ കൂടെയാണ് ബുധൻ. അപ്പോൾ ബുധനും വ്യാഴവും കൂടെ വന്നപ്പോൾ ഗുരുസ്ഥാനം, നോളജ് ഉള്ളയാളും ഗുരുസ്ഥാനമുള്ളയാളും, ബുധൻ നോളജും ജൂപ്പിറ്റർ നോളജ് പ്ലസ് ഗുരുസ്ഥാനം അറിവ്. അപ്പോൾ ഈ അറിവ് പകർന്നു കൊടുക്കാനും ഈ വ്യക്തിക്ക് സാധിക്കും. അപ്പോൾ ഇദ്ദേഹം ശരിക്കും ഇദ്ദേഹത്തിൻ്റെ കർമ്മ ഫീൽഡ് എന്ന് പറയുന്നത് കർമ്മകാരകനും ബുധനായതുകൊണ്ട് പുള്ളി ബാങ്കിങ് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നല്ലൊരു ഓഫീസറും പല കാര്യങ്ങളും അവർ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങൾക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയുള്ള ഒരു നിലയിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കൺജക്ഷൻ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺജക്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഓരോ കൺജക്ഷൻസും വരുന്നത് ഇപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഇതൊക്കെ ഡിഫറെൻ്റ് ആസ്പെക്ട്സിൽ നിൽക്കുന്ന ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിവിശേഷങ്ങൾ, ഏത് ഡിഗ്രി ഏത് നക്ഷത്രത്തിൽ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നു, പൂർണ്ണമായിട്ടുള്ള എക്സോഷൻ സംഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം ഇതിനകത്ത് ബാധകമാണ്. ഇതിനകത്തെല്ലാം ബാധകമാണ്. മെർക്കുറി ഒരു റിയലിസ്റ്റിക് ഒരു ആളാണ്, കമ്മ്യൂണിക്കേഷൻ്റെ ആളാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുന്നത് ബുധൻ്റെ പ്രത്യേകത തന്നെ. നല്ലോണം സംസാരിക്കുക, എഴുതുക, വായിക്കുക, എല്ലാം ബുധനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ജേർണലിസ്റ്റുകളൊക്കെ എല്ലാവർക്കും ബുധൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാണും. ചിലർക്ക് റൈറ്റിങ്ങിലായിരിക്കാം, അങ്ങനെ പലതരത്തിൽ സാഹിത്യ അഭിരുചി എല്ലാം ബുധൻ്റെ ഒരു കറക്റ്റാണ്. അത് കറക്റ്റായിട്ട് നോക്കി കണ്ട് തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന ആളാണ് ബുധൻ. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന പുള്ളിക്ക് വ്യാഴദശയാണ്, വ്യാഴത്തിൻ്റെ സ്റ്റോൺ യൂസ് ചെയ്യാമോ എന്നുള്ളതാണ് അല്ലേ? അതെ, അതാണ് ആൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വ്യാഴദശയാണെങ്കിൽ പോലും ഈ ലഗ്നാധിപനുള്ള ഇമ്പോർട്ടൻസ്, ഉച്ചത്തിൽ നിൽക്കുന്ന ബുധൻ, ആ ബുധന് അല്പമെങ്കിലും ഒരു ചെറിയൊരു മൈനസ് പോയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ വ്യാഴത്തിൻ്റെ കൺജക്ഷൻ, ഇതെല്ലാം പറഞ്ഞാലും ബുധനും വ്യാഴവും കൂടെ ഉള്ള കോമ്പിനേഷൻ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബുധൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴം നിൽക്കുന്നതും അത്ര നല്ലതല്ലാത്തത് കൊണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റ് ബുധനായതുകൊണ്ടും കർമ്മകാരകനായതുകൊണ്ടും നമ്മൾ എമറോൾഡ് തന്നെയാണ് ഈ വ്യാഴദശാകാലത്താണെങ്കിലും അതിനുശേഷം ശനിയുടെ പീരീഡ് വരുമ്പോഴാണെങ്കിലും ആൾക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് ഇതിനകത്ത് ചാർട്ട്, അങ്ങനെയാണത് തന്നെയാണ് നമ്മൾ സജസ്റ്റ് ചെയ്ത് നമ്മൾ കസ്റ്റമറുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും പെർഫെക്ഷനായിട്ടുള്ള ഒരു സൈനാണ്, സൈൻ ഓഫ് പെർഫെക്റ്റ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ടും കൂടെ ബുധനും വ്യാഴവും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന പെർഫെക്ഷനാണ്. സ്റ്റോണിൻ്റെ കാര്യത്തിനകത്ത് വരുമ്പോൾ നമ്മൾ ഇതുപോലെ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടി വരും. അതായത് വ്യാഴത്തിൻ്റെ ദശാകാലമാണെങ്കിൽ പോലും അപ്പോഴും ആൾക്ക് നല്ലത് ഈ എമറാൾഡ് തന്നെയാണ്. നമുക്ക് ദശാകാലങ്ങൾ എന്ന് പറയുന്നത് ആയിട്ട് രത്നത്തിന് വളരെ ചെറിയ ബന്ധമേ ഉള്ളൂ. ദശാകാലങ്ങൾ മാത്രം ഫോളോ ചെയ്തല്ല നമ്മൾ. ഇപ്പോൾ ഒരു ദശാകാലം വന്നു, വ്യാഴദശ വന്നപ്പോൾ വ്യാഴത്തിൻ്റെ സ്റ്റോണ്, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറ്റി വെച്ചിട്ട് പിന്നെ അടുത്ത ശനി ദശയാണ് വരുന്നത്, അപ്പോൾ ശനിയുടെ കല്ല്, ശനിയുടെ കഴിഞ്ഞിട്ട് ബുധൻ്റെ കല്ല്, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല, തെറ്റാണത്. അതൊരു നല്ലത് ചാർട്ടിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, സപ്പോർട്ട് ചെയ്യാത്തത് ആരാണ്, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ പറഞ്ഞു വന്നത് വളരെ സവിശേഷതയുള്ള ഒരു കൺജക്ഷനെ കുറിച്ചാണ് സാറ് പറഞ്ഞത്, ബുധനും വ്യാഴവും കൂടെ ഒന്നിച്ച് നിൽക്കണം. ഇപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ബുധൻ ഒരു അറിവിൻ്റെ ആളാണ്. ഇപ്പം പല വ്യക്തികൾക്കും നല്ല അറിവുണ്ടാവും, പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാറില്ല. ചില ഭയങ്കര രാവിലെ മുതൽ വൈകുന്നേരം വരെ വായിക്കുന്നു, പിറ്റേ ദിവസം ഇത് തന്നെ ഇങ്ങനെ വായനയും വായനാശീലവും ബുക്കുകളുടെ ഇടയിൽ നിന്ന് ഒരു പുസ്തക പുഴു എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഒരു വായനാശീലത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, എല്ലാവർക്കും കിട്ടുന്നതല്ല. അങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബുക്സ് ഏത് സബ്ജക്റ്റ് കിട്ടിയാലും വായിച്ച് പോകുന്നവരുണ്ട്. പക്ഷേ ഇത് ഒന്ന് പൂർണ്ണതയിലെത്തണം, ഈ കിട്ടിയ അറിവ് പൂർണ്ണതയിലെത്തണമെങ്കിൽ ഇത് മറ്റൊരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണതയായിട്ടുള്ളൂ. അറിവ് കിട്ടി, അറിവ് പങ്കിട്ടു, ഇത് രണ്ടും ഒരു കോയിനിൻ്റെ രണ്ട് സൈഡെന്നേ പറയാൻ പറ്റുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ ഈ കിട്ടിയ അറിവ് കൊണ്ട് എന്താണ് പ്രയോജനം? പക്ഷെ ഈ ഒരു ചാർട്ടിൽ ആൾക്ക് ആ ഒരു
ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം ഏത് ബാങ്കിലാണെന്ന് എനിക്കറിയില്ല. ആ ബാങ്കാണ് പുള്ളിയുടെ. അതായത് പുള്ളി അവിടുത്തെ ഒരു അറിയപ്പെടുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ സീനിയർ മാനേജേഴ്സ് ഓഫീസേഴ്സൊക്കെ ആണെങ്കിലും പുള്ളിയായിട്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഈ ബ്രാഞ്ചിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡിവിഷനെ കുറിച്ചോ സംസാരിക്കുന്നത്. പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഗുരുവാണല്ലോ. ഗുരു എന്നാണല്ലോ വ്യാഴത്തെ പറയുന്നത്. പഴയ അസ്ട്രോളജേഴ്സൊക്കെ ഗുരു എന്നാണ് വ്യാഴത്തിന് പേര് എഴുതുന്നത്. അപ്പോൾ ഈ കൺജക്ഷന് അപ്പോൾ നോളജും അത് നല്ല കൺജക്ഷനായത്. ബുധൻ വ്യാഴം കൺജക്ഷനാണ്. പരസ്പരം അതിൻ്റെ കളർ കൊണ്ടും അല്ലാതെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതാണെങ്കിൽ പോലും ഈ വ്യാഴത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ ക്ഷേത്രം വലിയൊരിതെന്ന് പറയാനില്ലെങ്കിൽ ഈ കൺജക്ഷൻ വന്നപ്പോൾ ബുധനും ഉണ്ട് അവിടെ, വ്യാഴവും ഉണ്ട്. അത് വ്യാഴം മാത്രമാണെങ്കിൽ വ്യാഴത്തിന് ആ ഒരു അത്രയും നന്നായിട്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ രണ്ടും കൂടെ നിൽക്കുന്നു. അപ്പം മറ്റ് ചില കൺജക്ഷനും പോലെ സൂര്യശനി കൺജക്ഷൻ, ചൊവ്വ ശനി കൺജക്ഷൻ, രാഹു ശനി കൺജക്ഷൻ, രാഹു ചൊവ്വ കൺജക്ഷൻസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ആ കൺജക്ഷനുമായിട്ട് ഈ കൺജക്ഷൻ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് ശരിക്കും നോളജ്, ഇൻ്റലക്ച്വൽ ലെവൽസ് അത് തന്നെയാണത്. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന കൺജക്ഷൻ. അതാണ് നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്യുന്നത്. ഹൈലൈറ്റ് കിട്ടിയ അറിവ് അല്ല പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും പറ്റും. അപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ ആൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രത്നം എന്ന് പറയുന്നത് മരതകം, എമറാൾഡ് ആണെന്ന് സാറ് പറയേണ്ടായി. എനിക്ക് തോന്നുന്നു നമ്മൾ എമറാൾഡിനെ കുറിച്ച് പല എപ്പിസോഡുകളിലും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. മുമ്പുള്ള ഒരു എപ്പിസോഡിൽ നമ്മൾ എമറാൾഡിനെ കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് പച്ച നിറത്തിലുള്ള മറ്റൊരു രത്നം. നമ്മൾ പെരിഡോട്ടിനെ കുറിച്ച് പറഞ്ഞു. അതായത് എമറാൾഡിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രത്നത്തെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അതേപോലെ ഇപ്പം പെരിഡോട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് രത്നങ്ങളുണ്ടോ എമറാൾഡ് ഒരു മാച്ചായ ഒരു ചാർട്ടിൽ? പിന്നെ എമറാൾഡിനെന്ന് പറഞ്ഞാൽ എമറാൾഡ് പ്രീഷ്യസ് സ്റ്റോൺ കാറ്റഗറിയിൽ പെടുന്ന കല്ലാണ് മരതകം എന്ന് പറയുന്നത്. മരകതം എന്നുണ്ട്, മരതകം എന്നുണ്ട്, മരണത്തെ അതിജീവിച്ചതെന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആ രത്നത്തിൽ ഒരുപാട് ഇത് പറയുന്നു, സവിശേഷതകളുണ്ട്. പച്ച നിറത്തോടു കൂടിയ കല്ലാണത് മരതകം. അത് പലതരത്തിലുള്ള പച്ചയുണ്ട്, കടം പച്ചയുണ്ട്, തത്തപ്പച്ചയുണ്ട്, ചാണകപ്പച്ചയുണ്ട്. അതെല്ലാം അതാത് എവിടെ ഇത് വിളഞ്ഞുണ്ടാകുന്നോ ആ മണ്ണിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഈ ഒരു കളർ വ്യത്യാസം, ഇതിനകത്തുള്ള മിനറൽസ് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കുന്നതനുസരിച്ച് കളറിന് വ്യത്യാസങ്ങൾ വരും. പിന്നെ ഈ മരതകം പറഞ്ഞാൽ മരതകത്തിന് ഒരുപാട് ഇപ്പം മരതകത്തെക്കുറിച്ച് നമ്മളൊരു മരതകം സജസ്റ്റ് ചെയ്താൽ ഉടൻ തന്നെ ആൾക്കാർ ഉടൻ ചെക്ക് ചെയ്തിട്ട് കൊളംബിയ, സാംബിയ എന്നാണ് പറയുന്നത്. എവറോളം നടിക്കും കൊളംബിയ. കാരണം ഏറ്റവും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസ് എന്ന് മാത്രമേ ഞാൻ ഇപ്പോൾ അതിനെ കരുതുന്നുള്ളൂ. മൈനുകൾ അതിന് ശേഷമൊക്കെ ഒരുപാട് വന്നുപോയി. ബ്രസീലിയൻ മൈൻസ്, മൊസാംബിക് മൈൻസ് ഒക്കെ നല്ല നല്ല മൈനുകൾ, റൂബികൾ, എമറാൾഡും ഒക്കെ വരുന്നത് മനസ്സിലായില്ലേ. അപ്പം മരതകത്തിൻ്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് നേരെ താഴെ പെരിഡോട്ട് എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂട്ടാണ്. മഞ്ഞ പച്ച എന്നൂടെ പറയാം. രണ്ടും കൂടെ മിക്സായിട്ട് വന്നിരിക്കുന്നതാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ള കല്ല്. അതിന് താഴോട്ട് വന്നാൽ ജെയ്ഡ്, ഒനിക്സ്, അവൻചുറൈൻ, പിന്നെ സാവറൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോണുണ്ട്. അതും പച്ച തന്നെയാണ്. പക്ഷേ സാവറൈറ്റ് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പ്രൈസിനും കുറവല്ല. അപ്പം ജെയ്ഡൊക്കെ ആണെങ്കിൽ ജെയ്ഡ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും. മനസ്സിലായില്ലേ? ഈ മരതകം ഉപയോഗിക്കുന്ന ഒരാൾക്കും തീർച്ചയായിട്ടും വയ്ക്കാം. അത് കൂടുതലും നമ്മൾ ലേഡീസ് അവർക്ക് സ്റ്റഡുകളായിട്ടും റിംഗ് ആയിട്ടും ഒക്കെ വലിയ സെറ്റായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന നല്ല പ്രത്യേക കളർ അതിന്. ജെയ്ഡിനൊരു പ്രത്യേക ജെയ്ഡ്, ഒനിക്സ്, അവൻചുറൈന് ഇതെല്ലാം പച്ച വിഭാഗത്തിൽപ്പെടുന്ന കല്ലുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മരതകം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു രത്നങ്ങളുടെ ഉപയോഗത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. എനിക്കൊന്ന് ജെയ്ഡ് നമുക്ക് സ്റ്റോൺ ഒരു പെൻഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ റിംഗ് അല്ലാതെയും ജെയ്ഡിൻ്റെ ബാൻഡുകൾ, മാല അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇഷ്ടംപോലെ ഇപ്പോൾ ജെയ്ഡ് ബാൻഡുകൾ വരും. ബാൻഡ്സ് എല്ലാ കല്ലുകൾക്കും ഇപ്പം വരുന്നുണ്ട്. ബാൻഡിനൊരു വലിയൊരു ഡിമാൻഡുള്ള കാലഘട്ടം
പലരും ഒരു 2 ബാൻഡ് എങ്കിലും 2 or 3 ബാൻഡുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. നോർമൽ ആൾക്കാർ, സെലിബ്രിറ്റീസും ഒക്കെ അവർ അത് ഉപയോഗിക്കും. അതിലൊരു പ്രൊട്ടക്ഷൻ പോലെ. കാരണം ഇതെല്ലാ രത്നങ്ങൾക്കും, ഈ രത്നങ്ങളുടെ സവിശേഷത എന്നൊക്കെ അറിയാം, രത്നങ്ങൾക്ക് നമ്മൾ കാണുന്നതിലുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി അതിനകത്തുണ്ട്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ ഒരു മനുഷ്യന് ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്രോപ്പർട്ടി അതിനകത്തുണ്ട്. അങ്ങനെ പല ലെവലിലൊരു മൾട്ടി വൈറ്റമിൻ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ബാൻഡുകളും രത്നങ്ങളും ഒക്കെ. അപ്പോൾ പലരും ചോദിക്കും, സാറേ ഞാനിപ്പം മറ്റേ എക്സാമിന് പോവുകയാണ്, ഏത് സ്റ്റോണാണ്? ഞാൻ പറഞ്ഞ സ്റ്റോണില്ല, അതിന് സ്റ്റോണില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു ആവശ്യത്തിന് വേണ്ടി ഇല്ല. കാരണം ഒരു ഗ്രഹത്തിൻ്റെ കല്ല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ, എടുക്കുമ്പോൾ ആ ഗ്രഹം ആ വ്യക്തിയുടെ ചാർട്ടിൽ പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന മുമ്പേ നമ്മൾ ബുധൻ്റെ കാര്യം പോലെ, ലഗ്നത്തിൽ നിൽക്കുന്ന ബുധൻ ലഗ്നത്തെ മാത്രമല്ല നോക്കുന്നത്, കർമ്മരംഗത്ത് നോക്കുന്നു, പുള്ളിയുടെ ബുദ്ധിയെ നോക്കുന്നു. ബുദ്ധിയെ ബ്രെയിനുമായിട്ട് ഏറ്റവും കണക്ഷനുള്ള ഒരു ഗ്രഹമാണ് ബുധൻ. കർമ്മരംഗത്ത് ഉണ്ടാകുന്നു, സംസാരിക്കാനുള്ള കഴിവുകൾ ഉണ്ടാകുന്നു. മനസ്സിലായില്ലേ? നല്ല മാർക്കറ്റിങ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെ പലതരത്തിലാണ് ആ ഒരു ഗ്രഹം കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ആ ഗ്രഹം നിൽക്കുന്ന ലഗ്നം എങ്ങോട്ടാണ് നോക്കുന്നത്? ലഗ്നത്തിൽ നിൽക്കുന്ന ബുധൻ 7th ഹൗസിലോട്ട് നോക്കുന്നുണ്ട്. 7th ഹൗസ് നേരെ ഓപ്പോസിറ്റ്, ആ 180 ഡിഗ്രി നിൽക്കുന്ന ആ ഹൗസിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗത്ത് ഏത് ഗ്രഹമാണ് നിൽക്കുന്നത്? ഇപ്പോൾ ശനിയാണെന്ന് വിചാരിക്കും. അപ്പോൾ ബുധൻ ശനി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉഗ്രം കോമ്പിനേഷനാണ്. ബുധനും ശനിയും തമ്മിലുള്ള കോമ്പിനേഷൻ. അപ്പം ആ 2 ഗ്രഹങ്ങളും തമ്മിലുള്ള കോമ്പിനേഷൻ ഈ വ്യക്തിക്ക് ഗുണം ചെയ്യും. അപ്പം അങ്ങനെയാണ് ഈ ഗ്രഹം. അപ്പോൾ ഒരു കാര്യത്തിന് മാത്രമല്ല, പല കാര്യങ്ങൾക്കായിട്ടാണ് പലതാണ് ആ ഒരു പർട്ടിക്കുലർ ഗ്രഹം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു രത്നം ധരിക്കുന്നത് ഒരു മൾട്ടിവൈറ്റമിൻ ഗുളിക കഴിക്കുന്നതിന് തുല്യമാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ ആ ഒരു ജെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു രത്നത്തിൻ്റെ കുറച്ച് വിവരങ്ങളും കൂടെ അല്ലെങ്കിൽ വിശേഷങ്ങളും കൂടെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കണം. അത് നമുക്കിനി വരുന്ന ഒരു എപ്പിസോഡിൽ ആ ഒരു ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. അടുത്തൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്തേ. സന്തോഷം.